ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് LGS LDC എക്സാംസിനുള്ള ഷുവറായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ദുർഭരണം ആരോപിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ദുർഭരണം ആരോപിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? അവധ് ആണ്. ഇപ്പോൾ നമ്മൾ ഔധ് എന്നാണ് പറയുന്നത്. ദുർഭരണം ആരോപിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത് നാട്ടുരാജ്യം ഏതാണ്? അവധ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോട് ഉണ്ടായിരുന്ന അസംതൃപ്തിയിൽ നിന്നുണ്ടായ കലാപം ഏതാണ്? 1857 കലാപമാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് അത് ഉണ്ടായത്. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമൻ. ഏതു നാട്ടുരാജ്യത്തിലാണ് കലാപത്തിൽ 1.5 ലക്ഷം പേർ മരിച്ചതിൽ 1 ലക്ഷത്തോളം സാധാരണക്കാർ ആയിരുന്നത്? ഏതു നാട്ടുരാജ്യത്തിലാണ് കലാപത്തിൽ 1.5 ലക്ഷം പേർ മരിച്ചതിൽ 1 ലക്ഷത്തോളം സാധാരണക്കാർ ആയിരുന്നത്? അവധ് എന്ന നാട്ടുരാജ്യത്തിലാണ് കലാപത്തിൽ 1.5 ലക്ഷം പേർ മരിച്ചതിൽ 1 ലക്ഷത്തോളം സാധാരണക്കാർ ആയിരുന്നത്. 1857 കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു? 1857 കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം. ഹിന്ദു മുസ്ലിം ഐക്യമാണ് 1857 കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരല്ല? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഫക്ത് ഖാനുമാണ് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചതും വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തിയതും ആരെയാണ്? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചതും വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തിയതും ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ ആരായിരുന്നു? ഫക്ത് ഖാനാണ് ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ. ഝാൻസിയിൽ 1857 കലാപം നയിച്ച ഭരണാധികാരി ആര്? ഝാൻസിയിൽ 1857 കലാപം നയിച്ച ഭരണാധികാരി ആര്? റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിൽ 1857 കലാപം നയിച്ചത്. കാൺപൂരിൽ 1857 കലാപം നയിച്ചവർ ആരെല്ലാം? നാനാ സാഹിബും താന്ത്യ തോപ്പിയുമാണ് കാൺപൂരിൽ 1857 കലാപം നയിച്ചവർ. കാൺപൂരിൽ കലാപം നയിച്ച മറാത്ത ഭരണാധികാരി ആരാണ്? നാനാ സാഹിബാണ് കാൺപൂരിൽ കലാപം നടത്തിയ മറാത്ത ഭരണാധികാരി. നാനാ സാഹിബിൻ്റെ സൈനിക തലവൻ ആരായിരുന്നു? താന്ത്യ തോപ്പിയായിരുന്നു നാനാ സാഹിബിൻ്റെ സൈനിക തലവൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ച പോരാളി ആരാണ്? താന്ത്യ തോപ്പി. ലക്നൌവിൽ കലാപം നയിച്ച അവധിലെ ഭരണാധികാരി ആര്? ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ കലാപം നയിച്ച അവധിലെ ഭരണാധികാരി. ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയ ജഗദീഷ്പൂരിലെ കർഷക പ്രഭു ആരായിരുന്നു? കൻവർ സിംഗ്. 1857 കലാപം പശ്ചാത്തലമാക്കിയുള്ള മഹാശ്വേത ദേവിയുടെ നോവൽ ഏതാണ്? ഝാൻസി റാണി. 1857 കലാപം പശ്ചാത്തലമാക്കി അമൃതം തേടി എന്ന മലയാളം നോവൽ രചിച്ചത് ആര്? 1857 കലാപം പശ്ചാത്തലമാക്കി അമൃതം തേടി എന്ന മലയാളം നോവൽ രചിച്ചത് ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണനാണ് 1857 കലാപം പശ്ചാത്തലമാക്കി അമൃതം തേടി എന്ന നോവൽ രചിച്ചത്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ച ബംഗാളി സാഹിത്യകാരൻ ആരാണ്? ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ച ബംഗാളി സാഹിത്യകാരൻ.
19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യക്കാർക്കിടയിൽ രൂപപ്പെട്ട ഐക്യബോധത്തിൻ്റെ അടിത്തറ എന്തായിരുന്നു? 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യക്കാർക്കിടയിൽ രൂപപ്പെട്ട ഐക്യബോധത്തിൻ്റെ അടിത്തറ എന്തായിരുന്നു? ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ആരെല്ലാം? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ ആരെല്ലാം? ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ. ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരാണ് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കൾ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ദാദാഭായ് നവറോജി. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏതു ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ഏത് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? മറാത്തി ഭാഷയിലെ എഴുത്തുകാരനാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. ദേശീയത ഉണർത്തിയ സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? ദേശീയത ഉണർത്തിയ സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? തമിഴ് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൻ പ്രഭുവാണ് നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. ഏത് ഭാഷയിൽ പുറത്തിറങ്ങിയ പത്രമാണ് അമൃത് ബസാർ പത്രിക? ഏത് ഭാഷയിൽ പുറത്തിറങ്ങിയ പത്രമാണ് അമൃത് ബസാർ പത്രിക? ബംഗാളി ഭാഷയിൽ പുറത്തിറങ്ങിയ പത്രമാണ് അമൃത് ബസാർ പത്രിക. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചാരണായുധമായി കാണുകയും അവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട നടപടി എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചാരണായുധങ്ങളായി കാണുകയും അവയെ നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട നടപടി ഏതായിരുന്നു? നാട്ടുഭാഷാ പത്രനിയമം. നാട്ടുഭാഷാ പത്രനിയമമാണ് ഇതിൽ പ്രധാനി. ഇത് നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. ഭാരതേന്ദു ഹരിചന്ദ്ര, പ്രേംചന്ദ് എന്നിവർ ഏത് ഭാഷയിലെ എഴുത്തുകാരായിരുന്നു? ഭാരതേന്ദു ഹരിചന്ദ്ര, പ്രേംചന്ദ് എന്നിവർ ഏത് ഭാഷയിലെ എഴുത്തുകാരായിരുന്നു? ഹിന്ദി. അൽതാഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? അൽതാഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു? ഉറുദു ഭാഷയിലെ എഴുത്തുകാരനായിരുന്നു അൽതാഫ് ഹുസൈൻ ഹാലി. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേര്? രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേര് എന്തായിരുന്നു? മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബറാണ് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേര്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേരെന്താണ്? സംബാദ് കൗമുദി. സംബാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രത്തിൻ്റെ പേര്. ലക്ഷ്മിനാഥ് ബസ് ബെറുവ ഏത് ഭാഷയിലെ പ്രധാന എഴുത്തുകാരായിരുന്നു? ലക്ഷ്മിനാഥ് ബസ് ബെറുവ ഏത് ഭാഷയിലെ പ്രധാന എഴുത്തുകാരനായിരുന്നു? അസമീസിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്നു ലക്ഷ്മിനാഥ് ബസ് ബെറുവ. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യക്കാരെ സഹായിച്ചത് എന്താണ്? രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യക്കാരെ സഹായിച്ചത് എന്തായിരുന്നു? പാശ്ചാത്യ വിദ്യാഭ്യാസം. പാശ്ചാത്യ വിദ്യാഭ്യാസമാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ ഇന്ത്യക്കാരെ സഹായിച്ചത്. ഏത് രാജ്യത്തെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത്? ഏത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത്? സോവിയറ്റ് യൂണിയൻ്റെ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്തത് ആരായിരുന്നു? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്തത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്തത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്ന സാമ്പത്തിക മാതൃക ഏതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്ന സാമ്പത്തിക മാതൃക ഏതാണ്? പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്ന സാമ്പത്തിക മാതൃക. ഇന്ത്യയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ നിയോഗിച്ച വർഷം എന്നാണ്? ഇന്ത്യയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ നിയോഗിച്ച വർഷം എന്നാണ്? 1938. 1938 ഇന്ത്യയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റിയെ നിയോഗിച്ച വർഷം.
1944 തയ്യാറാക്കപ്പെട്ട ആസൂത്രണ പദ്ധതി ഏതാണ്? 1944 തയ്യാറാക്കപ്പെട്ട ആസൂത്രണ പദ്ധതി ഏതാണ്? ബോംബൈ പ്ലാൻ. ബോംബൈ പ്ലാനാണ് 1944 തയ്യാറാക്കപ്പെട്ട ആസൂത്രണ പദ്ധതി. ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ജനകീയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? എം.എൻ. റോയ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? LMV-3 M4. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ ആണ് രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത് ആരാണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത് ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചത്. Pont-C4R എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്ക് ഏതു നിറം നൽകാനാണ്? Pont-C4R എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്ക് ഏതു നിറം നൽകാനാണ്? ചുവപ്പ്. ചുവപ്പ് നിറം നൽകാനാണ് Pont-C4R എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത്. മധ്യ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാനദീ വ്യൂഹത്തിൻ്റെ ഭാഗമായി മാറുന്ന നദി ഏതാണ്? മധ്യ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാനദീ വ്യൂഹത്തിൻ്റെ ഭാഗമായി മാറുന്ന നദി ഏതാണ്? ചമ്പൽ. ചമ്പലാണ് മധ്യ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഗംഗാനദീ വ്യൂഹത്തിൻ്റെ ഭാഗമായി മാറുന്ന നദി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആസ്ഥാനം. കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം ഏത് ജില്ലയിലാണ്? കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം സ്ഥിതി ചെയ്യുന്നത്. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെ ആണ് വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത്. 2025 നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ്? 2025 നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഏതാണ്? 2 Seasons 2 Strangers. 2 Seasons 2 Strangers ആണ് 2025 നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചലച്ചിത്രം. അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ ആരുടെ പ്രസംഗത്തിന് തുടക്കത്തിലെ വാക്കുകളാണ് ഇവ? അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്നത് ആരുടെ പ്രസംഗത്തിന് തുടക്കത്തിലുള്ള വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗത്തിന് തുടക്കത്തിലുള്ള വാക്കുകളാണ് അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്നത്. 1935 KPCC സെക്രട്ടറി ആരായിരുന്നു? 1935 KPCC സെക്രട്ടറി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1935 KPSC സെക്രട്ടറി. ശ്രീ ഭട്ടാകരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീ ഭട്ടാകരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് ശ്രീ ഭട്ടാകരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. ഏത് വിഭാഗത്തിലുള്ള പർവ്വതനിരയാണ് ഹിമാലയം? ഹിമാലയം ഏത് വിഭാഗത്തിലുള്ള പർവ്വതനിരയാണ്? മടക്കു പർവ്വതം. ഹിമാലയം ഒരു മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ്. ലിൻഡെയ്ൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ലിൻഡെയ്ൻ അഥവാ 666 എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ബെൻസീൻ ഹെക്സോക്ലോറൈഡ്. ബെൻസീൻ ഹെക്സോക്ലോറൈഡാണ് ലിൻഡെയ്ൻ അല്ലെങ്കിൽ 666 എന്ന് അറിയപ്പെടുന്ന രാസവസ്തു. താപനില വർദ്ധിക്കുമ്പോൾ ആ ദ്രാവകത്തിന് വിസ്കോസിറ്റിക്ക് എന്തുമാറ്റം സംഭവിക്കുന്നു? താപനില വർദ്ധിക്കുമ്പോൾ ആ ദ്രാവകത്തിന് വിസ്കോസിറ്റിക്ക് എന്തുമാറ്റമാണ് സംഭവിക്കുന്നത്? ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. ആറ്റത്തിൻ്റെ ബില്ലിയാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിൻ്റെ ബില്ലിയാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റത്തിൻ്റെ ബില്ലിയാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത്. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏതാണ്? കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏതാണ്? കോക്ലിയ. കോക്ലിയയാണ് കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്?
വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാധമനി. ലീഗോ രസതന്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രശാഖ ഏതാണ്? ലീഗോ രസതന്ത്രം എന്നറിയപ്പെടുന്ന ശാസ്ത്രശാഖ ക്ലിക് രസതന്ത്രമാണ്. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആൻറ്റിബോഡികളാണ് ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ. ഇവയുടെ ആകൃതി എന്താണ്? ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളാണ് ആൻറ്റിബോഡികൾ. അവരുടെ പേരാണ് ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ. ഇവയുടെ ആകൃതി എന്താണ്? വൈ ആകൃതി. വൈ ആകൃതിയിലാണ് ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ കാണപ്പെടുന്നത്. ബധിരരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരശേഷിയും ലഭ്യമാക്കാനുള്ള പദ്ധതി ഏതാണ്? ബധിരരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരശേഷിയും ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ശ്രുതിതരംഗം. പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കുന്നതിന് ചേർക്കുന്ന ആസിഡ് ഏതാണ്? പാലിനെ കട്ടിയാക്കി പനീർ ഉണ്ടാക്കുന്നതിനായി ചേർക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത് ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് ഭരണഘടനാ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. ലോകത്തിലെ ആദ്യ റോബോട്ട് സന്യാസിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യ റോബോട്ട് സന്യാസിയെ അവതരിപ്പിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയയാണ് ലോകത്തിലെ ആദ്യ റോബോട്ട് സന്യാസിയെ അവതരിപ്പിച്ചത്. 1940 ഓഗസ്റ്റ് 8 രണ്ടാം ലോക യുദ്ധകാലത്ത് ഇന്ത്യക്കാരെ തൃപ്തിപ്പെടുത്തുന്നതിന് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്താവന നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്താവന നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ലിൻ ലിത്ഗോ. ലിൻ ലിത്ഗോയാണ് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്താവന നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. അതെന്നാണ് നടത്തിയത്? രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ്. ആരുടെ ജന്മദിനമാണ് ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടന വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. വന്ദേ മാതരത്തിന് എത്ര ഖണ്ഡികകളാണുള്ളത്? വന്ദേ മാതരത്തിന് എത്ര ഖണ്ഡികകളാണുള്ളത്? 6 ഖണ്ഡികകളാണ് ഉള്ളത്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏത് സംഘടനയിൽ ഉൾപ്പെടുന്നതാണ്? ബ്രിക്സ്. ബ്രിക്സ് സംഘടനയിൽ ഉൾപ്പെടുന്നതാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന സൈനികൻ ആരാണ്? ലയൺ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന സൈനികൻ സോനം വാങ്ചുക്. സോനം വാങ്ചുക് ആണ് ലയൺ ഓഫ് ലഡാക്ക് എന്ന് അറിയപ്പെടുന്ന സൈനികൻ. രാജ്യത്തെ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമായ രാജീവ് ഗാന്ധി ഖേൽ രത്നയെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്ന പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? 2021. രാജ്യത്തെ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമായ രാജീവ് ഗാന്ധി ഖേൽ രത്നയെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്ന പുനർനാമകരണം ചെയ്ത വർഷമാണ് 2021. ആർ രാജശ്രീ എഴുതിയ ആത്രേയകം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ആത്രേയകം എന്ന് ആർ രാജശ്രീ എഴുതിയ നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് നിരമിത്രൻ. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ലാസ്ലോ ക്രാസ്നഹോർക്കായി ആണ്. ലാസ്ലോ ക്രാസ്നഹോർക്കായി ആണ് 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? കൊച്ചിയിലാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? ശ്രീകുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ബംഗാളി. ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്ന ലോഹം ഏതാണ്? സ്വർണം. സ്വർണമാണ് ഹട്ടി രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്ന ലോഹം. സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നിവ കാൽഷ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുന്നതിനാൽ ഏത് ചരിത്ര സ്മാരകത്തിൻ്റെ ഭിത്തികളിലാണ് നിറവ്യത്യാസം സംഭവിക്കുന്നത്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് എന്നിവ കാൽഷ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുന്നതിനാൽ ഏത് ചരിത്ര സ്മാരകത്തിൻ്റെ ഭിത്തികളിലാണ് നിറവ്യത്യാസം സംഭവിക്കുന്നത്? താജ്മഹൽ. ആന്ധ്രാപ്രദേശിൻ്റെ ഔദ്യോഗിക തലസ്ഥാന നഗരി ഏതാണ്? ആന്ധ്രാപ്രദേശിൻ്റെ ഔദ്യോഗിക തലസ്ഥാന നഗരി ആണ് അമരാവതി. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഔദ്യോഗിക തലസ്ഥാന നഗരി. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് PC മഹാലനോബിസ്. PC മഹാലനോബിസ് ആണ് ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ്.
തീൻ ബീക്ക ഇടനാഴി ഏത് രാജ്യങ്ങൾക്കിടയിലെ തർക്ക വിഷയമാണ്? തീൻ ബീർക്ക ഇടനാഴി ഏത് രാജ്യങ്ങൾക്കിടയിലെ തർക്ക വിഷയമാണ്? ഇന്ത്യ ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്ക വിഷയമാണ് തീൻ ബീർക്ക ഇടനാഴി. മുദ്രാ ബാങ്ക് സഹായം ചെയ്യുന്നത് എന്തിനെയാണ്? മുദ്രാ ബാങ്ക് സഹായം ചെയ്യുന്നത് ചെറുകിട വ്യവസായത്തെയാണ്. ചെറുകിട വ്യവസായത്തെ സഹായം ചെയ്യുന്നതാണ് മുദ്രാ ബാങ്ക്. ഒരു പാർലമെൻറ്റ് അംഗത്തെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് തീരുമാനമെടുക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? ഒരു പാർലമെൻറ്റ് അംഗത്തെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് തീരുമാനമെടുക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറിനാണ് ആ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേള നടക്കുന്ന സംസ്ഥാനം എവിടെയാണ്? സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേള നടക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിയതിൻ്റെ 100-ാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ നാണയത്തിൻ്റെ ആലേഖനം ചെയ്തിരിക്കുന്നത് ഏതാണ്? ഇന്ത്യയിൽ ഇലക്ട്രിക് ട്രെയിൻ ഓടിയതിൻ്റെ 100-ാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? വന്ദേ ഭാരതത്തിൻ്റെ വർണ്ണചിത്രമാണ്. കേരള നവോത്ഥാന രംഗത്തെ നിർണായക ചുവടുവയ്പായ ഏത് സമരത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? കേരള നവോത്ഥാന രംഗത്തെ നിർണായക ചുവടുവയ്പായ ഏത് സമരത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? പമ്പ. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? പമ്പയാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കോറിഡർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കോറിഡർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹൈവേ പ്രോജക്റ്റ്. ഹൈവേ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കോറിഡർ. റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ജാക്കോബിൻ നടുകയും ജാക്കോബിൻ ക്ലബ്ബ് രൂപവൽക്കരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ജാക്കോബിൻ നടുകയും ജാക്കോബിൻ ക്ലബ്ബ് രൂപവൽക്കരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? ടിപ്പു സുൽത്താൻ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ 2025 വർഷത്തെ കണക്കുകൾ പ്രകാരം കയറ്റുമതിയിൽ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ 2025 വർഷത്തെ കണക്കുകൾ പ്രകാരം കയറ്റുമതിയിൽ 1-ാമതുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്താണ് കയറ്റുമതിയിൽ 1-ാമതുള്ള സംസ്ഥാനം. ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത് ആരാണ്? ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത് ISRO ആണ്. 2026 വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായത് എവിടെയാണ്? 2026 വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായത് മിലാൻ കോർട്ടിന ഡി ആംബസോ. മിലാൻ കോർട്ടിന ഡി ആംബസോയിലാണ് 2026 വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായത്. വിറ്റാമിൻ K ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് എവിടെയാണ്? വിറ്റാമിൻ K ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് എവിടെയാണ്? വൻകുടൽ. വൻകുടലിലാണ് വിറ്റാമിൻ K ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത്. വടക്കേ മലബാറിലെ ഏത് രാജകുടുംബത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ? കോട്ടയം രാജകുടുംബം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമായ പെരുമ്പളം പാലം ഏത് ജില്ലയിലാണ്? കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലമായ പെരുമ്പളം പാലം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. സ്ത്രീകൾക്ക് രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? സ്ത്രീകൾക്ക് രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് നിർഭയ നിശ. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ആന്ത്രോത്താണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡാണ് കണ്ടുപിടിച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.